കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ നടുവിൽമഠം സ്വാമി അച്യുത ഭാരതിയാർക്ക് സ്വീകരണം നൽകി. വെച്ചു നമസ്കാരം, ഭിക്ഷ എന്നിവയും നൽകി. പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലാണ് നടുവിൽമഠം അച്യുത ഭാരതിയാർ സ്വാമികൾക്ക് വെച്ചു നമസ്കാരം, ഭിക്ഷ എന്നിവ നടത്തിയത്. ഭക്തരും ക്ഷേത്ര ഊരാളന്മാരും ചേർന്ന് അച്യുത ഭാരതിയാരെ സ്വീകരിച്ചു. പൂർണ്ണകുംഭം നൽകിയായിരുന്നു സ്വീകരണം. തുടർന്ന് നടന്ന വെച്ചു നമസ്കാരത്തിൽ ഭക്തർ വസ്ത്രം, കദളിപ്പഴം, ദക്ഷിണ എന്നിവ സമർപ്പിച്ചു. നാലമ്പലത്തിനുള്ളിൽ നടന്ന ഭിക്ഷയോടുകൂടിയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. തന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരി, മേൽശാന്തി കൊട്ടാരത്തിരിലം രാകേഷ് വാസുദേവ്, വേദപണ്ഡിതൻ ഡോക്ടർ ശിവകരൻ നമ്പൂതിരി, ട്രസ്റ്റ് പ്രസിഡന്റ് PN സദാശിവൻ, മധുസൂദനൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, ഹരികൃഷ്ണൻ നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി, ഗോപാലകൃഷ്ണൻ നായർ, അനിൽ കറുകത്തറ, വേണുഗോപാൽ, പ്രസന്നൻ, ഗോപാലകൃഷ്ണ കാരണവർ, സനൽ, പുഷ്പരാജ, ജനാർദ്ദനൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 300 മീറ്റർ പടിഞ്ഞാറായിട്ട് ഉത്തരാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ബ്രഹ്മക്ഷേത്രങ്ങൾ വളരെ കുറവ്. അവിടെ ത്രിമൂർത്തികളെ ഒന്നിച്ച് തൊഴാനുള്ള സൗകര്യം. അതിൻ്റെ തൊട്ടടുത്താണ് വില്വമംഗലം സ്വാമിയാർ മഠം, ആ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ആ വില്വമംഗലം പരമ്പരയിൽ ചേരാനും നിത്യവും പത്മനാഭസ്വാമിയെ പുഷ്പാഞ്ജലി ചെയ്യാനൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഈ പ്രസിദ്ധമായ ഈ ഭഗവാന്റെ അടുക്ക് വന്ന് പുഷ്പാഞ്ജലി ചെയ്യാനും ഭക്തന്മാരെ കാണാനും എല്ലാം അവസരം കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.